ഇന്ന് നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നപ്പോഴത്തേ ചേച്ചി ഇതാ മീൻ എന്ന് പറഞ്ഞൊരു വിളി കേട്ടു. അപ്പോൾ ഓടിപ്പോയി നോക്കിയപ്പോഴത്തേ ഇത്രയും മീനെ കിട്ടിയിട്ട് 1 കിലോ മീനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞിതായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു, വെറുതെ അതിൻ്റെ വയറൊന്ന് നുള്ളി ഇങ്ങനെ കളഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നല്ല വലിപ്പം വെച്ചതുകൊണ്ട് ഇതിനെയൊക്കെ ഇങ്ങനെ ചെതുമ്പിളൊക്കെ വെട്ടിയെടുക്കണം. എനിക്ക് വെറുതെ ഇങ്ങനെ ഇട്ടിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സുഖമില്ല. പുറത്താണെങ്കിൽ ഭയങ്കര മഴയും ഉള്ളിലാണെങ്കിൽ കറണ്ടുമില്ല. മൊത്തത്തിൽ ശോകമായി ഇടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഭയങ്കര ഒടുക്കത്തെ പണിയും കൂടെ കിട്ടിയത്. ഇത് കഴിക്കാൻ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇത് പണിയെടുക്കേണ്ടത് ഞാനല്ലേ എന്ന് ഓർക്കുമ്പോൾ വേണ്ട മേടിക്കണ്ട എന്ന് പറയും. എനിക്ക് വലിയ ഇപ്പോൾ പച്ചമീൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ വറുത്ത് കഴിഞ്ഞാൽ കഴിക്കാം എന്നുള്ളൊരു മൈൻഡിലിരിക്കുവാണ് ഞാൻ. എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇത് നല്ല കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അതിന് ചെതുമ്പളൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് ചക്കയുണ്ട്. അപ്പോൾ ആ ചക്കയ്ക്ക് കൂട്ടാനായിട്ട് വേഗം കുറച്ച് മീൻ വെട്ടി വെച്ചു. എന്നിട്ട് വേഗം കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആകെ തിരുമ്മി അങ്ങ് വെച്ചിട്ട് ഞാൻ ഇനി ബാക്കി മീൻ വെട്ടി കറി വെക്കണമല്ലോ. ബാക്കി ഇനി ഉച്ചക്കത്തേക്ക് വറക്കുകയും വേണം. അപ്പോൾ അതിനുള്ള പരിപാടികൾ ഇതാ കുറേ നിന്ന് വെട്ടും പിന്നെ കുറേ ഇരുന്ന് വെട്ടും. തണുപ്പായതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നുമില്ല, എനിക്ക് ഒട്ടും വയ്യാതാനും. അപ്പോൾ കുറേ ഇരുന്നും നിന്നൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് രാവിലത്തേക്കുള്ള കാപ്പി കുടിക്കാൻ ചക്ക ഉണ്ടായിരുന്നു. ആ ചക്ക ഞാനൊന്ന് ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ചൊന്ന് എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങാച്ചാറും മീൻ വറുത്തതും കൂടെ ഞാൻ വറുത്തെടുത്ത് സെറ്റാക്കി നമ്മളങ്ങനെ ചക്ക രാവിലെ തന്നെ കഴിച്ചു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും മീൻ ഒക്കെ തലയൊക്കെ കളഞ്ഞ് വെട്ടിയെടുത്തിട്ട് മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ തല എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ മീൻ്റെ തലയൊന്നും എടുക്കുന്ന ആളല്ല. പക്ഷേ ഇത് നല്ല ഫ്രഷായിട്ട് ഡാമിൽ നിന്ന് പിടിച്ച മീനല്ലേ, ഇത്രയും നല്ല മീൻ എവിടെ കിട്ടും? അപ്പോൾ അതിൻ്റെ തല കളയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതങ്ങനെ കരിമുരാന്ന് കടിച്ച് തിന്നുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതങ്ങനെ കഴിച്ചു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മീൻ കറിക്ക് ഞാൻ തലയെടുത്തില്ല കേട്ടോ. അതെനിക്ക് കാണുമ്പോൾ എന്തോ ഒരു അറപ്പ് തോന്നും, എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനങ്ങനെ തലയൊക്കെ കളഞ്ഞ് മീൻ കറിയൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ മീൻ വറുത്തതും കൂടെ എടുത്തു. പിന്നെ കുറച്ച് മാങ്ങാച്ചാറും കൂടെ കൂട്ടി ചോറുണ്ണാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പുറത്താണെങ്കിൽ പെരും മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്ന് ഇങ്ങനെ ചോറുണ്ണാൻ നല്ല സുഖമാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ.